ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്റ്റേഴ്സ് ആണ്. ഒരു വെക്റ്റർ വി അല്ലെങ്കിൽ വി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എന്താണ്? ഫീൽഡ്. വി ഓഫ് എഫ് എന്ന് പറഞ്ഞത് ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്റ്റേഴ്സ് v1 v2 എക്സെട്ര vn എന്ന് പറഞ്ഞാൽ ആ വിനെ നമുക്ക് a1 v1 a2 v2 പ്ലസ് a3 v3 പ്ലസ് എക്സെട്ര പ്ലസ് an vn എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇത് പറയാം ഇറ്റ്സ് എ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയാം. അവിടെ a1 a2 എക്സെട്ര a എന്ന് പറഞ്ഞാലൊക്കെ സ്കേലാർസിൻ്റെ ഫീൽഡ് എഫ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസ് ദ വെക്റ്റർ v ഈക്വൽ ടു 1 മൈനസ് 2 5 ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി വെക്റ്റേഴ്സ് v1 ഈക്വൽ ടു 1 1 1 v2 ഈക്വൽ ടു 1 2 3 v3 ഈക്വൽ ടു 2 മൈനസ് 1 1 ഇൻ ദ വെക്റ്റർ സ്പേസ് R3. മക്കളെ, R3 എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം ഏത് ഫോർമാറ്റിലായിരിക്കും? അതായത് ഒരു ഓർഡേർഡ് ട്രിപ്പിൾസ് ഫോമിലായിരിക്കും. ഒരു ബ്രാക്കറ്റിനുള്ളിൽ 3 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ 3 ടപ്പിൾസ് എന്നൊക്കെ നമുക്ക് പറയാം. നമ്മളോട് ചോദിച്ചത് വി എന്ന് പറഞ്ഞ വെക്റ്റർ, അതായത് 1 മൈനസ് 2 5ന് ബാക്കി തന്നിരിക്കുന്ന ഈ 3 വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. അപ്പോൾ വി ഈക്വൽ ടു ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1 v2 v3 എന്ന് എഴുതണം. ഈ 3 എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണമെങ്കിൽ നമ്മൾ അവിടെ എത്ര സ്കേലാർസിന് എടുക്കണം? 3 സ്കേലാർസിന്. ആ 3 സ്കേലാർസിന് ഞാൻ a1 a2 a3 എന്ന് എടുത്തു. അപ്പോൾ അതായത് വി എന്ന് പറഞ്ഞ വെക്റ്റർ ഏതാടാ? അപ്പോൾ വി ഈക്വൽ ടു a1 v1 പ്ലസ് a2 v2 പ്ലസ് a3 v3 എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ എഴുതണം. അപ്പോൾ വി എന്ന് പറഞ്ഞ വെക്റ്റർ ഏതാണ്? 1 മൈനസ് 2 5 ആൻഡ് a1 നമുക്കറിയില്ല, നമ്മുടെ അടുത്ത സ്കേലാർ ഇൻറ്റു v1 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് 1 1 1. ഇനി അതേപോലെ v2 എന്ന് പറഞ്ഞതും തന്നിട്ടുണ്ട് 1 2 3 ആൻഡ് v3 തന്നിട്ടുണ്ട് a3 ഇൻറ്റു 2 മൈനസ് 1 1. ആ ഒരു ഫോർമാറ്റിൽ എഴുതി. ഇനി a1 ഇൻറ്റു 1 1 എന്ന് പറഞ്ഞാൽ എന്താണ്? a1 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 a2 ഇൻറ്റു 1 2 3 എന്ന് പറഞ്ഞാൽ ഉള്ളോട്ടെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം, നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ. a1 ഇൻറ്റു 1 ഇൻറ്റു a2 എന്ന് പറഞ്ഞാൽ a2 2 ഇൻറ്റു a2 2 a2 3 ഇൻറ്റു a2 3 a2 പ്ലസ് 2 a3 മൈനസ് a3 a3 ഈ ഒരു ഫോർമാറ്റിൽ വരും. ഇനി കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? a1 പ്ലസ് a2 പ്ലസ് 2 a3 കോമ a1 പ്ലസ് 2 a2 മൈനസ് a3 കോമ a1 പ്ലസ് 3 a2 പ്ലസ് a3 ഈ ഒരു ഫോർമാറ്റിലാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? ഫസ്റ്റ് എലമെൻറ്റ് ആർക്ക് ഈക്വലാണ്? 1ന് ഈക്വലാണ് അല്ലേ? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നോക്ക്. ഫസ്റ്റ് എലമെൻറ്റ് 1ന് ഈക്വലാണ്, സെക്കൻഡ് എലമെൻറ്റ് മൈനസ് 2ന് ഈക്വലാണ് ആൻഡ് തേർഡ് എലമെൻറ്റ് 5ന് ഈക്വലാണ്. അതാണ് നമ്മളിവിടെ എഴുതിയ 3 ഇക്വേഷൻസ് എഴുതി. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ മെട്രിക്സ് ഫോമിലായിട്ട് എഴുതാം. മെട്രിക്സ് ഫോം എന്ന് പറഞ്ഞാൽ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ ഫോം നമുക്കറിയില്ലേ? എന്താ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ ഫോം? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ബി ആണ് അല്ലേ? എന്താണ് ഒരു മെട്രിക്സ് ഫോം എന്ന് പറഞ്ഞാൽ? എ എക്സ് ഈക്വൽ ടു ബി. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് മെട്രിക്സ്, ബി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടുവിന് ശേഷമുള്ള കോൺസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 1 1 2 1 2 മൈനസ് 1 1 3 1 അതാണ് എ എന്ന് പറഞ്ഞ മെട്രിക്സ്. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഏതാണ്? ഈക്വൽ ടുവിന് ശേഷമുള്ള കോൺസ്റ്റൻറ്റ് 1 മൈനസ് 2 5. ഇനി നമ്മൾ റോ ഓപ്പറേഷൻസ് ചെയ്തില്ലേ? റോ ഓപ്പറേഷൻസ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു? അതായത് നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് താഴോട്ടുള്ള എല്ലാവരെയും, അതായത് ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ 1 ആണ്, ആ 1ൻ്റെ താഴോട്ടുള്ള 2 ആൾക്കാരെ നമുക്ക് 0 ആക്കണം. അതേപോലെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് താഴോട്ടുള്ള ആൾക്കാരെ 0 ആക്കണം. അങ്ങനെ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ താഴോട്ടുള്ള എല്ലാവരെയും നമ്മൾ 0 ആക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ ആദ്യം റോ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് റോ ഓപ്പറേഷൻ എന്താ നമ്മൾ ചെയ്തത്? R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, അതായത് 1ഉം 1ഉം ആയതുകൊണ്ട് നമുക്ക് ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ R3 അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? R3 മൈനസ് R1 എന്ന് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് രണ്ടാമത്തെ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 2 1 1 0 1 മൈനസ് 3 ആൻഡ് 0 2 മൈനസ് 1 4 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പറഞ്ഞ മക്കളെ, ഇനി എന്താ നമ്മൾ ചെയ്യുക? സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻ്റായ 1ൻ്റെ താഴെയുള്ള ഈ 2നെ ഒന്ന് നമുക്ക് 0 ആക്കണം. അതിന് നമ്മൾ എന്ത് റോ ഓപ്പറേഷനാണ് ചെയ്യുക? നമുക്ക് R3നെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ R3 ചേഞ്ചസ് ടു
R3 ചേഞ്ചസ് ടു R3 മൈനസ് 2R2 ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. R3 മൈനസ് 2R2 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായി, ഇനി ഡയഗണൽ എലിമെൻ്റ് താഴോട്ടുള്ള ആരെയും നമുക്ക് 0 ആക്കാനില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു മെട്രിക്സിലോട്ട് എത്തി. ഇനി നമുക്കറിയാലോ ഈ 1, 1, 2 എന്ന് പറയുന്ന ആരെ കോഎഫിഷ്യൻസാണ്? A1, A2, A3ൻ്റെ കോഎഫിഷ്യൻസാണ്. ഈക്വൽ ടുവിന് ശേഷമുള്ള നമ്പറാണ് 1. അപ്പോൾ നമ്മൾ ഓരോ റോവിനെ ഓരോ ഇക്വേഷൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരിക്കും? 1A1 + 1A2 + 2A3 = 1. അതാണ് ഇവിടെ വന്നത്. ഇനി രണ്ടാമത്തെ റോ വെച്ച് ഇക്വേഷൻ എന്ന് പറഞ്ഞേ, ഫസ്റ്റ് A1ൻ്റെ കോഎഫിഷ്യൻ ഉണ്ടോ അവിടെ? അത് 0 അല്ലേ? അപ്പോൾ A2 മൈനസ് 3A3 = -3 എന്ന് കിട്ടി. അതാണ് സെക്കൻഡ് ഇക്വേഷൻ. ആൻഡ് തേർഡ് റോ വെച്ച് നമുക്ക് എന്ത് എഴുതാം? 5A3 = 10 എന്ന് എഴുതാം. ഇനി നമ്മളിവിടെ ചെയ്യുന്ന ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് A1, A2, A3 ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാം. 5A3 = 10 ആണെങ്കിൽ A3 = എന്തായിരിക്കും? 2 ആണ്. ഇനി ആ A3ൻ്റെ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A2ൻ്റെ വാല്യൂ കിട്ടും. ഇനി A2ൻ്റെ വാല്യൂയും A3ൻ്റെ വാല്യൂയും ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ A1ൻ്റെ വാല്യൂ കിട്ടി. ഇനി ആ ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത് എവിടെ നോക്കിയേ, നമ്മളിവിടെ എഴുതിയില്ലേ, ഇതാ A1 1 മൈനസ് 2 5 = A1 × 111 + A2 × 123 + A3 × 2 - 11. അവിടെ A1, A2, A3ൻ്റെ വാല്യൂ കൊടുത്ത് ഫൈനൽ ആൻസർ എഴുതാം. അപ്പോൾ